ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഫിഷിംഗ് ഒന്നും ഉണ്ടായില്ല. നൈറ്റ് വരുമ്പോഴായിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. നമ്മുടെ രണ്ടാമത്തെ മോന് ഇതുപോലെ പനിയും നീരുവീഴ്ചയും ഇതൊക്കെ കൂടിയിട്ട് അവനെ അഡ്മിറ്റ് ചെയ്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടേക്ക് പോകണം. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാറില്ല. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ പേര് ചോദിച്ചു എന്ത് ഫിഷിങ്ങിനൊന്നും പോകണില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പെണ്ണിനോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടാ എന്നാൽ പോയി കുറച്ച് വീഡിയോ എടുത്തിട്ട് യൂട്യൂബ് ചാനൽ ഇട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നതാണ്. ഫ്രണ്ട്സ്, നമ്മൾ കഴിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്. അത് നോക്കാം, വല്ലതും കിട്ടുമോ നോക്കാം. ചെറുതായിട്ട് കൊത്തുന്നുണ്ട്, ഏത് മീനാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നോക്കാം, കിട്ടുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം മീൻ ഏതാണെന്ന്. ഫ്രണ്ട്സ്, നമ്മൾ സ്ഥലം ഒന്ന് മാറ്റി കുറച്ച് നേരം താഴത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം കഴിച്ചുകൊണ്ട് മെഷീനൊക്കെ അടിക്കാറുള്ള സ്ഥലമാണ്. ഒരു കയം പോലത്തെ സ്ഥലമാണ്. മെഷീൻ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു പരല് കിട്ടി. ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നമുക്ക് തൽക്കാലം ഇവിടെ നിട്ട് നോക്കാം. അവിടെ ഭയങ്കര കൊത്തുണ്ട്, പക്ഷേ പിടിക്കണില്ല. കുഞ്ഞ് പള്ളാത്തിയും കരിമീൻ കുഞ്ഞുങ്ങളൊക്കെയാണ് അവിടെ കൊത്തണേ. നമുക്ക് ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇട്ടപ്പോൾ തന്നെ നല്ലൊരു പരല് കിട്ടിയായിരുന്നു. ഓക്കെ, നമുക്ക് വേറെ മീൻ കിട്ടുമോ നോക്കാം. ഫ്രണ്ട്സ്, ഞാൻ വിചാരിച്ച പോലെ തന്നെ നമുക്ക് അടുത്ത പണ്ടാറ് പിടിച്ചൊരു പരലിനെ കിട്ടി. ഇത് നല്ല അടിപൊളി പരലാണ്. ഇവിടെ നല്ല മീനുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് പിടിച്ചെടുക്കാം. മാക്സിമം എന്തോരം മീൻ കിട്ടുമെന്ന് നോക്കാം നമുക്ക്. ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്ന സംഭവത്തിന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. കൊത്തി നിൽക്കായിരുന്നു ആശാൻ കയറി വന്നു. കുഴപ്പമില്ല, അത്ര വലുതല്ല എന്നാൽ അത്ര ചെറുതല്ല. ഇവരാണ് ആൾ. അപ്പോൾ നമുക്ക് വേറെ കിട്ടുമോ നോക്കാം. എന്തായാലും ഇവിടെ നല്ല കൊത്തുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ കിരണും നമ്മുടെ ബിജുവാടിനും അറിയില്ലേ, അവർ മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ മീനൊന്നും കിട്ടുന്നില്ല. ഞാൻ അവിടെ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു അവരോട് ഇങ്ങോട്ട് പോരെന്ന്, ഇവിടെ കൊത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയിലുണ്ടാവും. ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഒരു കരിമീൻ അടിച്ചിട്ടുണ്ട്. ഇത്ര വലുതല്ല, കുഴപ്പമില്ലാത്ത സൈസാണ്. നമുക്കതിനെ പതിയെ എടുത്തിടാം. നമുക്കവനെ വലയിലിട്ടിട്ട് നമുക്ക് അടുത്തവനെ പിടിക്കാം. ഇവിടെ കൊത്തുണ്ട്, നല്ല കൊത്തുണ്ട്. ഇതിപ്പോഴത്തെ നമുക്ക് എന്തായാലും കിട്ടും. ഫ്രണ്ട്സ്, സമയം ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ട്. നമ്മൾ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ഏതെങ്കിലും മീൻ കിട്ടുമോ നോക്കാം. ബിജുവാട്ടിന് കിട്ടുന്നുണ്ട് മീൻ. അവരവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ബിജുവാട്ടിനും കിരണ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് കോക്ലാഞ്ചിയാ കിട്ടുന്നുണ്ട്. നമ്മുടെ ചൂണ്ടുമ്പോൾ നേരത്തെ ഇപ്പോൾ കൊത്തി പറഞ്ഞാൽ വലിച്ചു. കുഴിക്കുത്തി കിട്ടുമോ നോക്കാം ഇവിടുന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് കിട്ടിയ മീൻ ഇത്രയാണ്. നമുക്കിന്ന് ആദ്യമായിട്ട് കുറച്ച് നാൾക്ക് ശേഷം കരിമീൻ പറഞ്ഞ 3 അടുപ്പിച്ച് കയറിയായിരുന്നു. ഇതാണ് കാണുന്നത്. പിന്നെ നല്ല വലിപ്പമുള്ള 2-3 പരല് കയറി. വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. ഈ കുഴിക്കുത്തിയൊക്കെ കിട്ടാറുള്ളതാണ്. നമുക്ക് ഈ മീൻ കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.